പലതരം ചേരുവകൾ. ഇന്ന് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ മിഠായി മേറ്റിന്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നേക്കുന്നത്. 1/2 ലിറ്റർ പാലും 1 കപ്പ് പഞ്ചസാര ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലും ഫ്ലേവറിലും നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ക്രിസ്മസ് ഒക്കെ അല്ലേ വരണേ, പ്ലം കേക്ക് ഉണ്ടാക്കണമെന്നുണ്ട്. അപ്പൊ ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുള്ള ഒരു പ്ലം കേക്കാണ് ഉണ്ടാക്കാൻ വിചാരിക്കണേ. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതൊരു വീഡിയോ ആയിട്ട് ഇട്ടു. കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കാനായിട്ട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് 1/2 ലിറ്റർ പാലും 1 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തിളപ്പിക്കുക കേട്ടോ. പഞ്ചസാര കംപ്ലീറ്റ് മെൽറ്റായി പാല് നന്നായിട്ട് തിളക്കുന്നത് വരെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ തിളപ്പിക്കുക, ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. ഇതിട്ടുണ്ടെങ്കിലും പോവരുത്. ഇപ്പൊ പഞ്ചസാരയൊക്കെ ഉരുകി വന്ന് പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തിളപ്പിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഒരു 15 മിനിറ്റ് എങ്കിലും എടുക്കും ഇതാവാനായിട്ട്. 1 കപ്പ് പാലിന് 1 കപ്പ് പഞ്ചസാര എന്നുള്ള അളവിലും നമുക്കിത് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ പാല് തിളച്ച് വറ്റി പാകമൊക്കെ ആയി കിട്ടും. ഇത്രയും നേരം തിളപ്പിക്കേണ്ടി ഒന്നും വരില്ല. പക്ഷെ കറക്റ്റ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഫ്ലേവർ, കാരമൽ ടേസ്റ്റും ആ കളറൊക്കെ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ അളവിൽ തന്നെ എടുത്ത് തിളപ്പിച്ച് പാകാക്കി എടുക്കുക കേട്ടോ. ഇപ്പൊ ഞാന് പാലും പഞ്ചസാരയും കൂടി തിളപ്പിച്ച് 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഈ ബാറ്റർ കണ്ടോ, നല്ലൊരു സോഫ്റ്റ്നെസ് വന്നിട്ടുണ്ട്. ഇത്തിരി ലൂസാണ്, അത് കാര്യമാക്കണ്ട. ചൂടാറി കഴിയുമ്പത്തേനും പാകമായിട്ട് വരും. ഒരുപാട് തിക്കായിട്ട് നമ്മൾ എടുക്കാൻ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചൂടാറുമ്പത്തേനും അത് ഭയങ്കര കട്ടിയായി പോകും. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഫൈനൽ ആയിട്ട് ഒരു ഇൻഗ്രീഡിയന്റ് കൂടി ചേർക്കാനുണ്ട്. ബേക്കിംഗ് സോഡയാണ്. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഡ് ചെയ്ത് കൊടുക്കരുത്, അപ്പൊ ഒരു ബ്രൗൺ കളറായി പോവും. ഫ്ലെയിം ഓഫ് ചെയ്ത് ഇറക്കിയ ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. ഇത് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ പാലും പഞ്ചസാരയും ഒരുമിച്ചാണല്ലോ തിളപ്പിക്കുന്നത്, അപ്പൊ പഞ്ചസാര കാരമലാവുന്നില്ല. അപ്പോൾ ആ പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ചെറിയ പതയൊക്കെ വന്നു തുടങ്ങും. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. പതയൊക്കെ കംപ്ലീറ്റ് മാറുന്നത് വരെ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്ത് പാകാക്കി എടുക്കാം. സോഡാപ്പൊടി ഇട്ടെടുത്ത ശേഷം ഒരു 5-10 മിനിറ്റോളം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ കണ്ടൻസ്ഡ് മിൽക്ക് മിഠായി മേറ്റ് തന്നെയാണ് കേട്ടോ. ഒരു വ്യത്യാസമില്ല. അതേ ടേസ്റ്റ്, അതേ കളറ്, അതേ ഫ്ലേവറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾ അടുപ്പത്തുനിന്ന് ഇറക്കി കഴിഞ്ഞ സമയത്ത് തിക്നെസ് കൂടി പോവാന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പാലൊഴിച്ച്, തിളപ്പിച്ച പാലൊഴിച്ച് റെഡിയാക്കി എടുത്താൽ മതി. അല്ല ലൂസായി പോവാന്നുണ്ടെങ്കിൽ വീണ്ടും അടുപ്പത്ത് വെച്ചിട്ട് പാകാക്കി എടുത്താൽ മതി. 1 ലിറ്ററിന് താഴെയായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 1/4 ലിറ്റർ ഒക്കെ ഉണ്ടാവും. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ. ഇത്രയും വില കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിക്കണമെന്നൊന്നുമില്ല. ഇത് ഇനി എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റി നമുക്ക് അടച്ച് സൂക്ഷിക്കാം. താങ്ക് യു ഓൾ.